ഹായ്. അപ്പോൾ നമ്മളെ സലൂണിൻ്റെ പണി തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പോയി നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഇന്നൊന്ന് കയറി നോക്കട്ടെ. പിന്നെ അതാ നമ്മുടെ ഷോപ്പ് ജ്വല്ലറി അവിടെ തന്നെയുണ്ട്, ജീസൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് മുകളിൽ ജീസൻസ് ബ്യൂട്ടി വേൾഡ് കേട്ടോ. അപ്പോൾ ഏതായാലും മമ്മി ഒന്ന് കയറി നോക്കാമല്ലേ. നമ്മളിവിടെ ബ്രിഡ്ജെല്ലാം അടിച്ചിട്ടുണ്ട്, അതൊക്കെ കേട്ടോ. ഇങ്ങനെയാണ് ബ്രിഡ്ജുള്ള. നമ്മുടെ ഈ ബിൽഡിങ്ങിന് ചെറിയൊരു പ്രശ്നം വെച്ചാൽ ഈ സൈഡാണ് നമ്മൾ സലൂണെങ്കിലും ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇപ്പുറത്തെ ബിൽഡിങ്ങിലാണ് കേട്ടോ. ഇപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ ആ സൈഡാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ബിൽഡിങ്ങിനുണ്ട്. പിന്നെ ഈ ബിൽഡിങ് നമ്മൾ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതന്നെ എടുത്തത്. അപ്പോൾ കണ്ടാ ബ്രിഡ്ജ് ഇട്ടിട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു പാല നമ്മൾ ഇട്ടിട്ടില്ല. കാരണം ഇതുവഴിയാണ് കയറേണ്ടത്. ഇതുവഴി മുകളിലേക്ക് കയറിയിട്ട് ഇപ്പുറത്ത് പാലത്തമ്പ് കയറിയിട്ട് വേണം നമ്മളെ സലൂണിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇതിലേക്കൂടെ കയറണം. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കേണ്ടതാണ്. അതായത് ഈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ടൈലിടണം, ഒരുപാട് പണിയുണ്ടേ. ഏതായാലും മുകളിൽ കയറിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മളുടെ പണി അടുത്തം വരുത്തി എന്നുള്ളതാ. കുറച്ച് സ്റ്റെപ്പ് കയറാണ്ടല്ലേ മമ്മി? ബിക്കനി മുതൽ എല്ലാ ദിവസവും എക്സസൈസ് ആയിട്ടാ. അപ്പോൾ പരിപാടി ഇതിൻ്റെ മുകളിലെ ആ ജിപ്സം ബോർഡ് അടി പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. നമ്മളെ പാലം നോക്കട്ടെ, ബ്രിഡ്ജ് നന്നായില്ലല്ലോ. ഈ ബ്രിഡ്ജിലുണ്ടല്ലോ കംപ്ലീറ്റ് പച്ച പുല്ല് വിരിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഒരു പാർക്കിൽ ഇരിക്കുമ്പോഴത്തെ ഒരു സെറ്റപ്പെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കി മൊത്തം ഗ്ലാസ് വരും, മൊത്തം ഗ്ലാസ് പരിപാടി ലൈറ്റ്. അപ്പോൾ പാലം അവിടെ ബ്ലോക്കാണല്ല, തൽക്കാലം ഇപ്പുറത്തെ ഇവിടെ പോകേണ്ടത്. അപ്പം നമുക്കിതാ ഈ ഒരു കോലത്തിലായിരുന്നു വേണ്ട കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ പണിയെടുക്കുന്നത് ഇതാ ഇതിനകത്ത് നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരാളുണ്ട്. പേരെന്തായിരുന്നു പറഞ്ഞാൽ? ജിഷാദ് ഇരിട്ടി. നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നതാണ്. പണി ജോറായിട്ട് നടക്കട്ടല്ലേ. ആദ്യ പരിപാടി ഈ ബ്രിഡ്ജാക്കി, കാരണം ഇവർക്ക് സാധനം കൊണ്ടുവരാൻ പിടിക്കാനായിട്ട് ഈ ബ്രിഡ്ജിൻ്റെ പണി ഫസ്റ്റ് ആക്കി. ഇനി മുകളിലത്തെ സീലിംഗ് പരിപാടി കംപ്ലീറ്റ് ആക്കണം, AC ഫിറ്റ് ചെയ്യണം. അതിന് ശേഷം ടൈൽസ് എല്ലാം വേണം. അപ്പോൾ നമുക്കിപ്പോൾ നല്ല ടൈൽ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് പോലുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ അടുത്ത ടൗൺ മയ്യിൽ. അപ്പോൾ അവിടെ ഒരു ടൈൽസ് ഉണ്ട്, നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ മമ്മി. നേരെ അങ്ങോട്ടല്ലേ. അപ്പോൾ ഏതായാലും നല്ല അടിപൊളി ടൈൽസ് വാങ്ങി സെലക്ട് ചെയ്യണമെന്നാണ് മമ്മി പറയുന്നത്. നമ്മളെ രണ്ടാളും ടേസ്റ്റ് പറയാന്ന്, എന്നാലും അവിടെ എത്തിയിട്ട് നോക്കാം. അപ്പോൾ ഏതായാലും സാരി സെലക്ട് ചെയ്തിട്ട് അയ്യോ ഇന്നലെ കംപ്ലീറ്റ് കമൻറ്റ്സ് തരുന്നത്, ഒരുപാട് കമൻറ്റ് വന്നില്ല. അപ്പോൾ എനിക്ക് വലിയൊരു സങ്കടം, കാരണം എൻ്റെ ഇഷ്ടം ഇവളിൽ അടിച്ചേൽപ്പിച്ച പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ പറഞ്ഞത് എന്തായാലും കണ്ണൂർ പോകുമ്പോൾ ആ സാരിനെ ഞാൻ വാങ്ങിത്തരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അതല്ല വാങ്ങിക്കൊടുക്കുന്ന വീഡിയോ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിലിടാം. നമ്മളെ സലൂണിൻ്റെ പരിപാടി ജോറായിട്ട് പോകുന്നുണ്ട്. കുറച്ച് വലുപ്പമുണ്ട് കേട്ടോ, ചെറുതല്ല, കുറച്ച് സെറ്റപ്പ് തന്നെ തുടങ്ങാൻ സ്ഥിതി പറഞ്ഞോട് കുറച്ച് വലുപ്പത്തിലാണ് സംഗതിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള. പിന്നെ ഇവിടെ കിഡ്സിൻ്റെ ഒക്കെ ഏരിയ ഉണ്ട് കേട്ടോ. നമ്മളിതാ ഈ ഒരു ഏരിയ ഉണ്ട്, ഇവിടെ കിഡ്സ് കുട്ടിയെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ അത് ഞാൻ പ്ലാൻ ചെയ്തത്. ഇതൊന്നും ഒരു സലൂണിലും ഇല്ല. പിന്നെ എനിക്ക് അവരൊന്നും ചെയ്യണമെന്നൊരു തോന്നൽ. അപ്പോൾ ഞാൻ വിചാരിച്ച നമ്മുടെ ആഗ്രഹങ്ങളല്ലേ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉള്ളിലെപ്പോൾ ഒരു കുട്ടിയുടെ തോന്നല്ലേ. അപ്പോൾ കുട്ടിയൊക്കെ കളിക്കട്ടെ നിന്നോട്ടപ്പം അപ്പോൾ അവർക്ക് വേണോ. പിന്നെ ഈ പാലത്തിന് ഈ വീതി എന്തിനാ പറയുക, നമ്മൾ വീതി കുറച്ച് കൂടുതലാക്കിയില്ലേ. സാധാരണ ചെറിയ പാലം മതി. വീതിയൊക്കെ വെച്ചാൽ അവിടെ ഇരിക്കാൻ വേണ്ടി ഒരു സീറ്റ് നമ്മൾ ആക്കുന്നുണ്ട്. അതായത് കുറച്ച് വലുപ്പത്തിലുള്ള നമ്മൾ ഈ പാർക്കിലെല്ലാം ഇരിക്കുമ്പോഴത്തെ ഒരു സീറ്റ് അതായിരിക്കാന്നറിയുമോ? ആർക്കറിയാം? അതായത് നമ്മൾ ലേഡീസ് മാത്രമേ അത് സലൂണിൽ. അപ്പോൾ കൂടെ ഭർത്താവ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനും മൊബൈലിൽ കളിച്ച് നേരം കൂട്ടാനുമുള്ള ഒരു സീറ്റാണ് ഇവിടെ ഒരുക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ബ്രിഡ്ജിന് വീതി നമ്മൾ കൂട്ടിയിട്ടില്ല. എന്നാലും നല്ല കാര്യമല്ലേ. എന്നാലും നമ്മുടെ ഈ കിഡ്സ് സാക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയണം. കിഡ്സ് വേണോ എനിക്ക് വേണം തന്നെ അവിടെ എന്തായാലും സൗകര്യം ഉണ്ട്. അപ്പോൾ ആ കിഡ്സിൻ്റെ കൂടി ആയിക്കോട്ടെ ഞാൻ വിചാരിക്കും. അപ്പോൾ ഏതായാലും നമുക്കെന്താ ടൈൽസ് എടുക്കാൻ പോലെ മമ്മി. അപ്പോൾ ടൈൽസ് സെലക്ട് ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങൾ നോക്കി എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാതെ നല്ലതുള്ളത്. ഓക്കെ, നമ്മളെ കാറ് ഇതിൻ്റെ മുമ്പിലുണ്ട്. സലൂൺ നോക്കിയട്ടെ, ആ പച്ച ഷീറ്റ് ഇട്ടാണ് സലൂണ്. പിന്നെ ഇതാ നമ്മളെ ഷോപ്പ് ചെയ്താൽ നേരെ തൊട്ടിപ്പുറം കേട്ടാ. എന്തായാലും ശ്രുതിക്ക് ആടെ നോക്കി അന്നെ എടുത്താണ്, എനിക്ക് ശ്രുതിനെ അങ്ങോട്ട് നോക്കിയാലും കാണാം കേട്ടാ. നമ്മളെ കൺമുമ്പിൽ തന്നെ ആയല്ല എന്നാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകുന്ന സമയമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളേ. അപ്പോൾ ഏതായാലും ചാവി ഷോപ്പിനുള്ള ഒന്ന് കയറിയിട്ട് ചാവി എടുത്തിട്ട് മല്ല മമ്മി ചാവി എടുക്കട്ടെ. അപ്പം ചാവി എടുക്കട്ടെ. നമസ്കാരം. എടുത്തേട്ടാ ചെക്കിക്കോളൂ അല്ലേ. ഓ
ഓ ഓ അതെ അല്ലേ ആ ഹാ ഹാ ചെറിയ സാധനം. ഓ അതല്ലേ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഏട്ടണ്ടല്ല നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ഇവിടെ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞ് എന്തായാലും ഞാൻ പോകുന്ന ലംബൂർക്ക് മാക്സിമം ഡിസ്കൗണ്ട് എല്ലാം കൊടുത്തിട്ട് ഇതാ നമ്മൾ നേരെ വിട്ടു കേട്ടാ മയ്യിലേക്ക്. അപ്പോൾ നമ്മളിതാ വണ്ടി വിട്ടു കേട്ടാ. മയിൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചെറിയ ദൂരമുള്ള ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ദൂരത്തിലാണ് മയിലുള്ള. അപ്പോൾ ഇവളാദ്യം പറഞ്ഞത് കണ്ണൂർ പോയിട്ട് ടൈൽ എടുക്കാന്നായിരുന്നു ഇവളെ പ്ലാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് നൗഫീർ, അപ്പോൾ നൗഫീർ വിളിച്ചാൽ പറഞ്ഞു വൈകിട്ടോട്ടം മയ്യിൽ തന്നെ ഉണ്ടല്ലോ, വെറുതെ കണ്ണൂർ വരെ പോകണ്ടല്ലോ, ട്രാഫിക്കും ജാമല്ലാന്ന് കണ്ണൂർ പോകുമ്പോൾ ഇവിടുന്ന് വാങ്ങാന്ന് പറഞ്ഞപ്പോൾ ഒരുത്തേക്ക് ഭയങ്കര സങ്കടം. അതല്ല കണ്ണൂരാകുമ്പോ ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ടാവും. നമുക്ക് അഥവാ ടൈല് ഒരു കടയിൽ നിന്ന് കിട്ടിയില്ല വേറൊരു കടയിൽ പോയിട്ട് നോക്കാലോ. എന്നാണ് നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് കളറ്, വൈറ്റ് ഷെയ്ഡുള്ള ലൈറ്റ് കളറാ വേണ്ടത്. ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടാവുമല്ലോ, കുറച്ച് നല്ല അട്രാക്ഷൻ ഉള്ള സാധനം വേണ്ടേ നമുക്ക്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കതിൽ ആടെ പോയിട്ട് നോക്കാം. നമ്മളെ എങ്ങനെ വെച്ചാൽ വൈകിട്ട് ആടെ ഇഷ്ടംപോലെ സെലക്ഷനുകൾ പോയി നോക്ക്. പിന്നെ അവർക്ക് 2-3 കട ഉണ്ടാവില്ല, ചക്കരക്കല്ലും പറഞ്ഞിട്ടുള്ള ഒരു കട ഉണ്ടാവും. അപ്പോൾ ആടെ ഇല്ലെങ്കിൽ അപ്പുറം പോയിട്ട് നമുക്ക് എടുക്കാമല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചേ എന്തായാലും നമ്മളെ നാട്ടിൽ വരുന്നൊരു സംരംഭം നമ്മളെ സ്ഥലമാണ്. അപ്പോൾ നമ്മളെ നാട്ടുകാർക്ക് ഒരു ഗുണം കിട്ടിട്ട് മയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ടടുത്തുള്ളത്. അപ്പോൾ നമ്മളെ നാട്ടുകാരുടെ ടൈൽ വാങ്ങപ്പം ഒരു ഗുണമാവുന്നുണ്ടെങ്കിൽ അതാവട്ടല്ല, അല്ല നല്ല നമ്മളിപ്പോ നമ്മളെ ചുറ്റുപാടുള്ള എടുക്കുന്ന വാങ്ങാന്ന എന്റെ അഭിപ്രായം. ഫ്ലോററ്റിൽ നമ്മളപ്പോ എത്തിയിട്ടുണ്ടേ. ടൈൽസ് മാർബിൾ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല വിശാലമാണല്ലോ. എന്നിട്ട് സുധി ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാ നടക്ക് ഏത് ഇതല്ലേ ഫ്ലോറിൽ ഇതെല്ലാം നല്ല ഉണ്ട് കേട്ടോ. സുധി എല്ലാം നല്ലുണ്ട്. ലൈറ്റ് കളർ കുറേ ഉണ്ടല്ലേ ശരിക്ക്. ഇത് പക്ഷെ നമുക്ക് ഇത്ര വലുതുകൊണ്ടല്ല, ചെറുതല്ലേ വേണ്ടോ. ഈ ഗോൾഡ് പോരാ അല്ലേ സുധി? ഇതന്നെ ഗോൾഡ്, പക്ഷെ ഇതായാലും നല്ലൊരു ഗോൾഡ് ആണെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. എനിക്കിതാ ഇഷ്ടപ്പെട്ടു കേട്ടാ. എനിക്കോ ആ അങ്ങനെ ഇത് നല്ലൊരു വെളിച്ചുള്ള കളറല്ലേ സുധി? മുകളിൽ കൂടി ഉണ്ടല്ലേ സുധി? എനക്കേതാണ്ട് പാസ് ചെയ്ത് അതാണ് കേട്ടാ. രസമുണ്ട് ഇല്ല ഇതൊന്നും വേണ്ടല്ലോ നമുക്കല്ലേ. ചെമ്പറ്റമ്മലൊന്നും വേണ്ടോ അല്ലേ? വേണ്ട. എന്നാൽ പിന്നെ നടന്നോ, നമുക്ക് വേറെ നിൽക്കളെ. ഇവിടെ എന്തെല്ലാം ഉണ്ടല്ലോ അല്ലേ. ഇതും കുഴപ്പമില്ലല്ലേ സുധി? കുറച്ച് ഗോൾഡ് വന്നിട്ടുണ്ട് ഇതിനകത്ത്. ആ കളറും വേണം, നമുക്ക് ലൈറ്റ് കളർ തന്നെയാണ് വേണ്ടേ. നമ്മൾ നോക്കിയാൽ ഇതാണ് ഒന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള. പിന്നെ താഴെ ഒന്നുണ്ടല്ലേ, അതൊന്ന് നോക്കാം. അപ്പൊ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. ഇന്നലെ സാരി സെലക്ട് ചെയ്ത പോലെ തന്നെ ഏതാ പറ്റുമെന്ന് അറിയില്ല. ഇന്നലെ താഴെ പോയി നോട്ടെ. ഇവിടെ ഒരുപാട് ടൈപ്പ് ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ലേ സുധി? കുറവ് തന്നെയാണല്ലേ. മൊത്തത് ഇതാണല്ലേ സുധി? എനക്കൊന്ന് ഇതാന്ന് കുറെ കൂടി കുട്ടപ്പം. പക്ഷെ ഇതാ ഗോൾഡ് ലൈന് വരുന്നില്ല അല്ലേ. പക്ഷെ ഒരു കാര്യം വൈറ്റ് നല്ല വൈറ്റ് ആയിട്ടുണ്ട്, കണ്ടാ നല്ല മാർബിൾ വൈറ്റ് പോലത്തെ വൈറ്റ്. പക്ഷെ നമ്മൾ ആടെ കണ്ടത് നല്ലൊരു ഗോൾഡ് ആയിരുന്നു അല്ലേ. ഇത് നോക്കി മറ്റേത് നോക്കി അപ്പോഴത്തേക്കാണ് ഇതിന്റെ ഓണർ എത്തിയ. പിന്നെ മുഹമ്മദ് എത്തിയ. അപ്പൊ ഓറ് മൊബൈലിൽ കുറെ ഡിസൈൻ കാണിച്ചിരുന്നു കേട്ടാ. നോക്കിയാട്ടെ ഒന്ന് വലുതാക്കിയാട്ടെ. ഭയങ്കര ഡിസൈനേ. ഇതൊന്ന് കണ്ടിട്ടൊരു അഭിപ്രായം പറയണേ. നോക്കിയാട്ടെ ഒരു ആകാശം, പിന്നെ കുറെ ഗോൾഡ്, സ്വർണം, വള്ളി എല്ലാം പറഞ്ഞിട്ട് വെള്ളം പോലെ ഒരു പ്രത്യേക സ്ഥലം. ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നുന്നു. ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ ഏത് കോലത്തിലാന്ന് പറയാൻ കഴിയില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തില് ഇച്ചിരി ഓവറായിരിക്കും. എനിക്കിതുപോലെ കുറച്ച് ഇച്ചിരി ഓവറാന്ന് എനിക്കിഷ്ടം. അപ്പൊ ഇതും ഒരു ഇച്ചിരി ഓവറാവാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു പ്രത്യേക രസമുണ്ടോ, ഒരു വ്യത്യസ്തത എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏതായാലും നമ്മളെ ടൈൽസ് നമ്മൾ ഫ്ലോററ്റിൽ തന്നെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹലോ അമ്മി, ഓക്കെ അല്ലേ? ഇതിന് മാറ്റമൊന്നുമില്ലല്ലോ ഇവളെ കാര്യത്തിൽ അതൊരു സംശയം. പിന്നെ മുഹമ്മദ് കല നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഓറ് ഒരുപാട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാണിച്ചു തന്ന് എല്ലാം അടിപൊളിയാണെന്ന് ഇടാൻ നല്ല സെലക്ഷനും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ സംഗതി ചെറിയൊരു പ്രോബ്ലം വെച്ചാൽ ഇത് കിട്ടണ്ടെങ്കിൽ ഒരാഴ്ച എന്തായാലും വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, വെറൈറ്റി ഡിസൈൻ ആയതുകൊണ്ട് നമ്മൾ ഒരാഴ്ചത്തേക്കല്ല. മുഹമ്മദ് ക ഉറപ്പാണ് ഒരാഴ്ച ഉണ്ടാവില്ല. അപ്പോൾ ഒരാഴ്ച കൊണ്ട് സെറ്റാവുന്ന പറയുന്നത്. ഏതായാലും നമ്മളേതായാലും ഇടുന്ന് ഇറങ്ങട്ടെ കേട്ടാ. നമ്മൾ അടുത്ത പരിപാടികൾ നോക്കട്ടെ. എന്നാൽ പിന്നെ മുഹമ്മദ് ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ. ശ്രുതി പറഞ്ഞു ഇവിടെ സെലക്ഷൻ ഒന്നും ഇല്ലാന്നേ. നോക്കുമ്പോൾ സെലക്ഷൻ ഉണ്ട് അത്യാവശ്യമൊക്കെ. പിന്നെ എല്ലാം മൊബൈലിലല്ലേ ഇപ്പൊ പരിപാടികളല്ലേ.
മൊബൈൽ തന്നെ ഡിസൈൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അതിനകത്ത് സെലക്ട് ചെയ്യേണ്ട കേസേ ഉള്ളൂ. എന്തായാലും ഒരു വ്യത്യസ്ത മോഡൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. ഏതായാലും നമ്മൾ ടൈൽസിന്റെ സെലക്ഷൻ കണ്ടല്ല, ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കലാമേ. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.